നമസ്കാരം. തോനസ് പി എസ് സി ടിപ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. LDC സ്റ്റോർ കീപ്പർ തുടങ്ങിയ തസ്തികകളിലേക്കുള്ള കൺഫർമേഷൻ വന്നിട്ടുണ്ട്. അതിനുവേണ്ടി തയ്യാറെടുക്കുന്നവർക്ക് വേണ്ടിയുള്ള പ്രത്യേകിച്ചുള്ള 10th ലെവൽ പ്രിലിംസിൻ്റെ ചോദ്യപേപ്പറാണിത്. ഇപ്പോൾ കൺഫർമേഷൻ 423 LGS എന്നുള്ളത്, അതുപോലെ 619 LDC, 618 സ്റ്റോർ കീപ്പർ, ഒന്നുകൂടി 423, 619, 618. ഇതിൻ്റെയൊക്കെ പ്രിലിംസ് ഒന്നിച്ചാണെന്നാണ് കേൾക്കുന്നത്. അപ്പോൾ പ്രിലിംസാണ് ഇനി അടുത്ത് വരാൻ പോകുന്നത്. കൺഫർമേഷൻ വന്നു തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതിനുവേണ്ടി 10th ലെവലിൻ്റെ പ്രിലിംസ് ചോദ്യങ്ങളാണ് ഇന്നുള്ളത്. ക്വസ്റ്റ്യൻ പേപ്പർ കോഡ് 77/2022 അപ്പോൾ ഇനി വരാൻ പോകുന്ന പരീക്ഷകൾക്ക് LGSനായാലും അതുപോലെ LDC, സ്റ്റോർ കീപ്പർ, WPCO തുടങ്ങിയ തസ്തികകളിലേക്ക് വേണ്ടിയുള്ള 10th ലെവൽ പ്രിലിംസിന് വേണ്ടിയുള്ള ചോദ്യങ്ങളാണ് ഇനി വരുന്നത്. അപ്പോൾ ചോദ്യങ്ങൾ നോക്കാം. ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കില്ല. തുടർന്ന് വരുന്ന വീഡിയോസ് LGSനും LDCക്കുമൊക്കെ ഉപകാരമാകുന്ന പ്രീവിയസ് ക്വസ്റ്റ്യൻസാണ്, ആവർത്തന ചോദ്യങ്ങളാണ് ഇനി ഇടുന്നത് തന്നെ. അപ്പോൾ ചോദ്യങ്ങളിലേക്ക് പോകാം. ഒന്നാമത്തെ ചോദ്യം എന്ന് പറയുന്നത്, COVID-19 തടയുന്നതിൻ്റെ ഭാഗമായി ഇന്ത്യയിൽ ആദ്യമായി കർഫ്യൂ ഏർപ്പെടുത്തിയ സംസ്ഥാനം. COVID-19 തടയുന്നതിൻ്റെ ഭാഗമായി ഇന്ത്യയിൽ ആദ്യമായി കർഫ്യൂ ഏർപ്പെടുത്തിയ സംസ്ഥാനം ഏതാണ്? ആൻസർ ഓപ്ഷൻ എ ആണ്, പഞ്ചാബാണ്. ആൻസർ പഞ്ചാബാണ്. അടുത്ത ചോദ്യം എന്ന് പറയുന്നത്, മനുഷ്യ ശരീരത്തിലെ രക്തവുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ തിരഞ്ഞെടുക്കുക. ഒന്നാമത്തെ പ്രസ്താവന, രക്തകോശങ്ങൾ പ്രധാനമായും 3 തരത്തിൽ കാണപ്പെടുന്നു. എറിത്രോസൈറ്റ്സ് എന്നാണ് ശ്വേതരക്താണുക്കൾ അറിയപ്പെടുന്നത്. ഹീമോഗ്ലോബിനിൽ അടങ്ങിയിരിക്കുന്ന മൂലകമാണ് ഇരുമ്പ്. രക്തം കട്ടപിടിക്കാൻ സഹായിക്കുന്ന പ്ലാസ്മ പ്രോട്ടീനാണ് ഗ്ലോബുലിൻ. ഇതിൽ ശരിയായ പ്രസ്താവന ഏതൊക്കെയെന്നാണ് ചോദ്യം. ഉത്തരം നമുക്ക് പറയാൻ കഴിയും. ആൻസർ ഓപ്ഷൻ സി ആണ് ഇതിൻ്റെ ഉത്തരം. 1, 3 ശരി പ്രസ്താവനയാണ്. ഇവിടെ മനുഷ്യ ശരീരത്തിലെ രക്തകോശങ്ങളെക്കുറിച്ചുള്ള പ്രസ്താവന കൊടുത്തിട്ടുണ്ട്. ശരി പ്രസ്താവന നോക്കി ഏതൊക്കെയാണ് പറഞ്ഞേക്ക്. രക്തകോശങ്ങൾ പ്രധാനമായിട്ടും 3 തരത്തിൽ കാണപ്പെടുന്നു. അത് ശരിയാണ്. ഏതൊക്കെയാണ് 3 തരത്തിൽ പ്രധാനപ്പെട്ട കോശങ്ങൾ? രക്തകോശങ്ങൾ ഏതൊക്കെയാണ്? നമുക്ക് പ്ലാസ്മയും രക്തകോശങ്ങളും അടങ്ങിയതാണ് രക്തം എന്ന് പറയുന്ന സാധനം, അല്ലേ? അപ്പോൾ അതിനകത്ത് രക്തകോശങ്ങൾ ഏതൊക്കെയാണ്? എറിത്രോസൈറ്റ്സ്, അതുപോലെ WBC, ചുരുക്കത്തിൽ എങ്ങനെ പറയാം, RBC റെഡ് ബ്ലഡ് കോർപ്പസൽസ് ചുവന്ന രക്താണുക്കൾ, WBC ശ്വേതരക്താണുക്കൾ, പ്ലേറ്റ്ലെറ്റുകൾ, WBC, RBC, പ്ലേറ്റ്ലെറ്റ്സും. ഇത് 3ഉമാണ് രക്തകോശങ്ങൾ. രക്തകോശം പ്രധാനമായിട്ടും 3 തരത്തിൽ. ഇത് ശരിയായ പ്രസ്താവനയാണ്. RBC എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റെഡ് ബ്ലഡ് കോർപ്പസൽസ് എന്ന് പറയുന്നതാണ് ചുവന്ന രക്താണുക്കൾ, അരുണ രക്താണുക്കൾ. അവയിൽ ആര് കാണപ്പെടുന്നുണ്ട്? ഹീമോഗ്ലോബിൻ കാണപ്പെടുന്നുണ്ട്. അതുകൊണ്ടാണ് RBC അല്ലെങ്കിൽ അരുണ രക്താണുക്കൾ ചുവന്ന നിറത്തിൽ കാണപ്പെടുന്നത്. WBC എന്ന് പറയുമ്പോൾ ശ്വേതരക്താണുക്കളാണ്. അവിടെ നിറമില്ലാത്ത അവസ്ഥയാണ്. പ്ലേറ്റ്ലെറ്റ്സ് മറ്റൊന്ന്. 3 RBC, WBC, പ്ലേറ്റ്ലെറ്റ്. അരുണ രക്താണുക്കളെ ശ്വേതരക്താണുക്കളും പ്ലേറ്റ്ലെറ്റുകൾ എന്ന് പറയും. ഇനി അടുത്ത ശരി 3ാമത്തല്ലേ, ഹീമോഗ്ലോബിൽ അടങ്ങിയിരിക്കുന്ന മൂലകമാണ് ഇരുമ്പ്. അതായത് ഈ RBC ചുവന്ന രക്താണുക്കളിൽ അടങ്ങിയിരിക്കുന്ന അല്ലെങ്കിൽ ചുവപ്പ് നിറം കൊടുക്കുന്ന വർണ്ണവസ്തുവാണെന്ത്? ഹീമോഗ്ലോബിൻ എന്ന് പറയുന്നത്. ചുവപ്പ് നിറം കൊടുക്കുന്ന വർണ്ണവസ്തുവാണ് ഹീമോഗ്ലോബിൻ എന്ന് പറയുന്നത്. അതിലുള്ള മൂലകം ഏതാണ്? ഇരുമ്പാണ്. അപ്പോൾ ഹീമോഗ്ലോബിൻ എവിടെയാണ് കാണിക്കുന്നത്? നമ്മുടെ RBC ചുവന്ന രക്താണുക്കളിലാണ്, അല്ലെങ്കിൽ എന്താ പറയുക, അരുണ രക്താണുക്കളിലാണ് ഹീമോഗ്ലോബിൻ ഉള്ളത്, അല്ലേ? ഏകദേശം 12 to 15 ഇതിൻ്റെ റേഞ്ച് വരിക. നമ്മുടെ ശരീരത്തിൽ ബ്ലഡിനകത്ത് 12 to 15 mg/100 ml ഹീമോഗ്ലോബിൻ അടങ്ങിയിരിക്കണം. അല്ലെങ്കിൽ അനീമിയ പോലുള്ള അസുഖങ്ങൾ ഉണ്ടാവാറുണ്ട്, രക്തക്കുറവ് ഉണ്ടാവാറുണ്ട്. അപ്പോൾ അതിലെന്താ ആവശ്യം കൂടിയുണ്ട്? ഇരുമ്പെന്ന മൂലവും കൂടി ആവശ്യമുണ്ട്. അപ്പോൾ രക്തകോശങ്ങൾ 3 തരമുണ്ട്. RBC, WBC, പ്ലേറ്റ്ലെറ്റ്. അതിൽ ഹീമോഗ്ലോബിൻ ഉണ്ട്, ഇരുമ്പുമുണ്ട്, അല്ലേ? ഇത് 3ഉമാണ്. ഈ 2 പോയിൻ്റാണ് ശരി. ആൻസർ ഓപ്ഷൻ സി 1, 3 ഇല്ലേ? എറിത്രോസൈറ്റ്സ് എന്ന് പറഞ്ഞ രക്താണുക്കൾ എന്താണ്? എറിത്രോസൈറ്റ്സ് ഇവിടെ ആരാണ്? RBC ആണ്. ആര്? എറിത്രോസൈറ്റ്സ് എന്ന് പറയുന്നത്. പിന്നെ
രക്തം കട്ടപിടിക്കാൻ സഹായിക്കുന്ന പ്ലാസ്മ പ്രോട്ടീൻ ഗ്ലോബിൻ, രക്തം കട്ടപിടിക്കാൻ സഹായിക്കുന്ന ആരാണ്? ഫൈബ്രിനോജൻ ആണല്ലേ. ആൽബുമിൻ, ഗ്ലോബുലിൻ, ഫൈബ്രിനോജൻ, അങ്ങനെ 3 എണ്ണമുണ്ട് പ്ലാസ്മ പ്രോട്ടീനുകൾ. ആൽബുമിൻ, ഗ്ലോബുലിൻ, ഫൈബ്രിനോജൻ, 3 പേരുണ്ട് അങ്ങനെ പ്ലാസ്മ പ്രോട്ടീൻസ്. അതിൽ ഫൈബ്രിനോജനാണ് രക്തം കട്ടപിടിക്കാൻ സഹായിക്കുക. ഫൈബ്രിനോജനാണ് രക്തം കട്ടപിടിക്കാൻ സഹായിക്കുക. മുറിവുണ്ടാകുമ്പോൾ ഫൈബ്രിനോജനാണ് വന്നിട്ട് രക്തം കട്ടപിടിക്കാൻ സഹായിക്കുന്നത്. അത്രയും ഉള്ളൂ ആ പോയിൻറ്റ്സ്. അപ്പോൾ ഉത്തരം ഏതായിരുന്നു? ആൻസർ ഓപ്ഷൻ സി ആണ്. 1ഉം 3ഉം മാത്രമാണ് ശരി. അടുത്ത ചോദ്യം. 2021 അന്തരിച്ച യശ്പാൽ ശർമ്മ ഏത് കായിക ഇനവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ആൻസർ ക്രിക്കറ്റാണ്. യശ്പാൽ ശർമ്മ ക്രിക്കറ്റാണ്. നെക്സ്റ്റ് വൺ. ഇന്ത്യയിലെ ആദ്യത്തെ ട്രാൻസ്ജെൻഡർ ഫുട്ബോൾ ടീം സ്ഥാപിച്ച സംസ്ഥാനം? ആൻസർ നമുക്കറിയാം. ഓപ്ഷൻ ബി മണിപ്പൂരാണ്. മണിപ്പൂർ. അടുത്ത ചോദ്യം. ഇന്ത്യയുടെ 2ാമത്തെ ചന്ദ്രപര്യവേഷണ ദൗത്യമായ ചന്ദ്രയാൻ 2 വിക്ഷേപിച്ചത് എന്നാണ്? ചന്ദ്രയാൻ 2 വിക്ഷേപിച്ചത് എന്നാണ്? ആൻസർ ഓപ്ഷൻ ഡി ആണ്. 2019 ജൂലൈ 22. 2019 ജൂലൈ 22. അടുത്ത ചോദ്യം. 2022 കേരളത്തിൽ നിന്ന് പത്മശ്രീ അവാർഡ് ലഭിച്ച സാമൂഹ്യ പ്രവർത്തക ആരാണ്? ആൻസർ ഓപ്ഷൻ സി KV റാബിയ. ഇപ്പോഴീ ചോദ്യത്തിൽ പ്രസക്തി ഉണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു സാമൂഹ്യ പ്രവർത്തകയാണ് ആര്? KV റാബിയ എന്നുള്ളത്. അവർക്ക് പത്മശ്രീ അവാർഡ് 2022 ലഭിക്കുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ KV റാബിയ ആരാണ്? ഒരു സാമൂഹ്യ പ്രവർത്തകയാണെന്ന് കൂടി പഠിച്ചു വയ്ക്കാം. KV റാബിയ ഒരു സാമൂഹ്യ പ്രവർത്തകയാണെന്ന് പഠിച്ചു വയ്ക്കാം. അടുത്ത ചോദ്യം. കേരളത്തിലെ 2ാമത്തെ മുഖ്യമന്ത്രി ആരാണ്? 2ാമത്തെ മുഖ്യമന്ത്രി ആരാണ്? ആൻസർ ഓപ്ഷൻ സി ആണ്. പട്ടം താണുപിള്ള. ഒരു കാര്യം കൂടി പറയാം. കേരള PSC പബ്ലിഷ് ചെയ്തിട്ടുള്ള ഫയൽ ആൻസർ കീ പ്രകാരമുള്ള ഉത്തരങ്ങളാണ് നമ്മളിവിടെ പറഞ്ഞു പോകുന്നത്. ഓക്കെ. അപ്പോൾ ഒന്നുകൂടി ചോദ്യം. കേരളത്തിലെ 2ാമത്തെ മുഖ്യമന്ത്രി ആരാണ്? പട്ടം താണുപിള്ളയാണ്. പട്ടം താണുപിള്ള. നെക്സ്റ്റ്. കൊഴിഞ്ഞ ഇലകൾ ആരുടെ ആത്മകഥയാണ്? കൊഴിഞ്ഞ ഇലകൾ ആരുടെ ആത്മകഥയാണ്? ആൻസർ ജോസഫ് മുണ്ടശ്ശേരി. ഈ ചോദ്യങ്ങളും ഉത്തരങ്ങളും ഒക്കെ എപ്പോഴും ചോദിക്കുന്നവയാണ്. കൊഴിഞ്ഞ ഇലകൾ ജോസഫ് മുണ്ടശ്ശേരി. മുണ്ടശ്ശേരിയുടെ കൊഴിഞ്ഞ ഇലകൾ. കൊഴിഞ്ഞ ഇലകൾ ജോസഫ് മുണ്ടശ്ശേരി അല്ലേ. കണക്ട് ചെയ്യാൻ മുണ്ടശ്ശേരി, കൊഴിഞ്ഞ ഇലകൾ. ജോസഫിൻ്റെതും അല്ലേ കൊടുക്കുക. അവിടെ ജോസഫിൻ്റെതും ഇലകൾക്കും കൊടുക്കുക. ജോസഫ് മുണ്ടശ്ശേരിയുടെ കൊഴിഞ്ഞ ഇലകൾ. ജോസഫ് മുണ്ടശ്ശേരിയുടേത് കൊഴിഞ്ഞ ഇലകൾ വെച്ചൊന്ന് കണക്ട് ചെയ്യാൻ പറ്റും. കൊഴിഞ്ഞ ഇലകൾ ആരുടെ ആത്മകഥയാണ്? ജോസഫ് മുണ്ടശ്ശേരി. നെക്സ്റ്റ്. കേരള പാണിനി എന്നറിയപ്പെടുന്നത് ആരാണ്? കേരള പാണിനി എന്നറിയപ്പെടുന്നത് ആരാണ്? AR രാജരാജവർമ്മയാണ്. AR രാജരാജവർമ്മയാണ് കേരള പാണിനി. രാജരാജവർമ്മ. AR രാജരാജവർമ്മ കേരള പാണിനിയാണ്. അടുത്തത്. 67ാമത് ദേശീയ ചലച്ചിത്ര പുരസ്കാരത്തിലെ മികച്ച ചിത്രം ഏതാണ്? ആൻസർ ഓപ്ഷൻ ഡി ആണ്. മരക്കാർ അറബിക്കടലിൻ്റെ സിംഹം. മരക്കാർ അറബിക്കടലിൻ്റെ സിംഹം എന്നാണ്. അടുത്ത ചോദ്യം വരുന്നത്. ഇന്ത്യയുടെ അക്ഷാംശ സ്ഥാനം എത്രയാണ്? ഇന്ത്യയുടെ അക്ഷാംശ സ്ഥാനം എത്രയാണ്? ആൻസർ നമുക്കറിയാം. ഓപ്ഷൻ എ ആണ്. 8 ഡിഗ്രി 4 നോർത്ത് ടു 37 ഡിഗ്രി 6 മിനിറ്റ് നോർത്താണ് അതിൻ്റെ ഇന്ത്യയുടെ അക്ഷാംശ സ്ഥാനം. 8-4 37 6 ഓർത്ത് വയ്ക്കാം. 8-4 37 6 നോർത്തെന്ന് ഓർത്ത് വയ്ക്കാം. ഇന്ത്യയുടെ അക്ഷാംശ സ്ഥാനം 8 ഡിഗ്രി 4 മിനിറ്റ് നോർത്ത് ടു 37 ആണ്. 37 ഡിഗ്രിയാണ്. 37 ഡിഗ്രി 6 മിനിറ്റ് നോർത്തെന്ന് ഓർത്ത് വയ്ക്കാം. അടുത്തത്. ലഡാക്കിൽ ഏറ്റവും തണുപ്പുള്ള ജനവാസ സ്ഥലം ഏതാണ്? ലഡാക്കിൽ ഏറ്റവും തണുപ്പുള്ള ജനവാസ സ്ഥലം ഏതാണ്? ആൻസർ ഓപ്ഷൻ ഡി ആണ്. ദ്രാസ്. ദ്രാസ് എന്ന് പറയാം. ദ്രാസ് എന്ന് പറയാം. അടുത്ത ചോദ്യം. ഇന്ത്യയിലെ ശീത മരുഭൂമി ഏതാണ്? ഇന്ത്യയിലെ ശീത മരുഭൂമി ഏതാണ്? ആൻസർ ലഡാക്കാണ്. ഇന്ത്യയിലെ ശീത മരുഭൂമി ലഡാക്കാണ്. ശീത മരുഭൂമി ഏതാണ്? ലഡാക്കാണ്. നെക്സ്റ്റ് ചോദ്യം. എവറസ്റ്റ് കൊടുമുടി സ്ഥിതി ചെയ്യുന്ന രാജ്യം ഏതാണ്? എവറസ്റ്റ് കൊടുമുടി സ്ഥിതി ചെയ്യുന്ന രാജ്യം ഏതാണ്? ആൻസർ ഓപ്ഷൻ സി ആണ്. നേപ്പാൾ.
നമുക്കറിയാവുന്ന കാര്യമാണ്. എവറസ്റ്റ് കൊടുമുടി സ്ഥിതി ചെയ്യുന്ന രാജ്യം ഏതാണ്? നേപ്പാളാണ്. നെക്സ്റ്റ് ചോദ്യം, ദേശീയ ജലപാത NW1 ബന്ധിപ്പിക്കുന്നത് ഏതിനെയൊക്കെ തമ്മിലാണ്? ആൻസർ അലഹബാദ് ഹാൽഡിയ അല്ലെ, അലഹബാദ് ഹാൽഡിയാണ് ദേശീയ ജലപാത 1. NW1 ആണ് അലഹബാദ് ഹാൽഡി അല്ലേ. അപ്പോൾ സാദിയ ദുബ്രി ആരാണ്? NW2 ആണ് സാദിയ ദുബ്രി. കൊല്ലം കോട്ടപ്പുറം ആരാണ്? NW3 ആണ് കൊല്ലം കോട്ടപ്പുറം അല്ലേ. ഇത് കോട്ടപ്പുറം ഇപ്പോൾ കോഴിക്കോട് വരെ നീങ്ങിയിട്ടുണ്ട്. കോഴിക്കോട് വരെ ഇംഗ്ലീഷെല്ലാം വരുന്നു. കോഴിക്കോട് വരെ നീങ്ങിയിട്ടുണ്ട് കേട്ടോ, കോഴിക്കോട്. അപ്പോൾ അലഹബാദ് ഹാൽഡിയ 1 സാദിയ ദുബ്രി 2 NW2 ആണ്, കൊല്ലം കോട്ടപ്പുറം NW3. അത്രയെങ്കിലും പഠിച്ചു വെച്ചേക്കുക. അടുത്ത ചോദ്യം, നെക്സ്റ്റ് വൺ, വിശ്വേശ്വരയ്യ അയൺ ആൻഡ് സ്റ്റീൽ വർക്ക്സ് ലിമിറ്റഡ് സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ആൻസർ ഒന്നേ ഉള്ളൂ, ഓപ്ഷൻ സി ആണ് കർണാടക. വിശ്വേശ്വരയ്യ അയൺ ആൻഡ് സ്റ്റീൽ വർക്ക്സ് ലിമിറ്റഡ് സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? കർണാടകയിലാണ്. വിശ്വേശ്വരയ്യ അയൺ ആൻഡ് സ്റ്റീൽ കർണാടകയിലാണ്. വിശ്വേശ്വരയ്യ അയൺ ആൻഡ് സ്റ്റീൽ കർണാടകയിലാണ്. അടുത്ത ചോദ്യം, ഏതു തരം കൽക്കരിയാണ് തമിഴ്നാട്ടിലെ നെയ്വേലിയിൽ കാണപ്പെടുന്നത്? ഏതു തരം കൽക്കരിയാണ് തമിഴ്നാട്ടിലെ നെയ്വേലിയിൽ കാണപ്പെടുന്നത്? ആൻസർ ലിഗ്നൈറ്റ് ആണ്. തമിഴ്നാട് എന്ന് കേൾക്കുമ്പോൾ, നെയ്വേലി കേൾക്കുമ്പോൾ ലിഗ്നൈറ്റ് എന്നൊക്കെ ഓർത്ത് വെക്കണം. തമിഴ്നാടിൽ നെയ്വേലി എപ്പോഴും ചോദിക്കുന്ന ആരെ തന്നെയാണ് ചോദിക്കുന്നുള്ളൂ? ലിഗ്നൈറ്റ് ആണ് ചോദിക്കുന്നത്. ഏതുതരം കൽക്കരിയാണ് തമിഴ്നാട്ടിലെ നെയ്വേലിയിൽ കാണപ്പെടുന്നത്? അടുത്ത ചോദ്യം, ഇന്ത്യയിലെ ഏറ്റവും വലിയ കൽക്കരിപ്പാടം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ഏറ്റവും വലിയ കൽക്കരിപ്പാടം ആൻസർ ഏതാണ്? ജാറിയ ആണ്. ഈ ജായോടെ കൊടുക്കാറുണ്ട്, ഈ ജായ്ക്ക് പകരം ഈ ജാറിയ എന്ന് കൊടുക്കാറുണ്ട്. ഏറ്റവും വലിയ കൽക്കരിപ്പാടമാണ് ജാറിയ. ഏറ്റവും വലിയ കൽക്കരിപ്പാടമാണ് ജാറിയ. അടുത്തത്, ഇന്ത്യയിൽ ആദ്യമായി പെട്രോളിയം ഖനനം ചെയ്തത് എവിടെയാണ്? ആദ്യമായി പെട്രോളിയം ഖനനം ചെയ്തത് എവിടെയാണ്? ആൻസർ ദിഗ്ബോയ് ആണ്. ദിഗ്ബോയ്. പെട്രോളിയം ഖനനം ചെയ്തത് എവിടെയാണ്? ദിഗ്ബോയ് ആണ്. അടുത്ത ചോദ്യം, കൊങ്കൺ റെയിൽവേ ബന്ധിപ്പിക്കുന്നത് എവിടെ മുതൽ എവിടെ വരെയാണ്? ആൻസർ നമുക്കറിയാം, ഓപ്ഷൻ ബി ആണ് റോഹ മംഗലാപുരം. റോഹ മംഗലാപുരമാണ് കൊങ്കൺ റെയിൽവേ. ഓക്കെ, മുംബൈ താനെ കിടപ്പുള്ളത് വേറെ അല്ലേ. അപ്പോൾ ഇവിടെ റോഹ മംഗലാപുരമാണ് കൊങ്കൺ റെയിൽവേ. മംഗലാപുരം, റോഹ മംഗലാപുരമാണ് കൊങ്കൺ റെയിൽവേ. അടുത്ത ചോദ്യം, ഇന്ത്യൻ ഭരണഘടനയിലെ മൗലിക അവകാശങ്ങളുമായി ബന്ധപ്പെട്ട പ്രസ്താവന ചുവടെ കൊടുത്തിട്ടുണ്ട്. ശരിയായവ ഏതെല്ലാമാണ്? ശരിയായ ഉത്തരം ഞാൻ പറയാം. ആൻസർ ഓപ്ഷൻ ബി ആണ്. 1, 3, 4 ശരിയാണ്. ഇന്ത്യൻ ഭരണഘടനയിലെ മൗലിക അവകാശങ്ങൾ 1, 3, 4 ശരിയായ ഓപ്ഷൻസാണ്. അപ്പോൾ 1, 3, 4 അതായത് ഭാഗം 3 ഉൾപ്പെടുത്തിയിരിക്കുന്നു ആര്? മൗലിക അവകാശങ്ങൾ. ഇന്ത്യൻ ഭരണഘടനയുടെ ഭാഗം 3 മൗലിക അവകാശങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അതുപോലെ മൗലിക അവകാശങ്ങൾ ന്യായവാദാർഹമാണ് അല്ലേ, നമുക്കത് ന്യായമായി വാദിച്ച് കിട്ടുന്നവയാണ്. മൗലിക അവകാശങ്ങൾ നമുക്ക് സുപ്രീം കോടതിയിലോ ഹൈക്കോടതിയിലോ പോയി വാദിച്ച് നമുക്ക് നമ്മുടെ അവകാശങ്ങൾ വാദിച്ച് നേടാവുന്നതാണ്, ന്യായവാദാർഹമാണ്. നെക്സ്റ്റ്, സ്വത്തവകാശത്തെ ഒഴിവാക്കി അല്ലേ. 44 ഇത് പ്രകാരം എന്ത് ചെയ്തു? സ്വത്തവകാശത്തെ അവിടെ ഒന്നും ഒഴിവാക്കി മാറ്റുണ്ട് അല്ലേ. പകരം എങ്ങോട്ട് പോയത്? 300A ഇപ്പോൾ അത് കിടക്കുക. അപ്പോൾ ഇവിടെ ഭാഗം 3 എന്താണ്? മൗലിക അവകാശങ്ങൾ ഭാഗം 3 കാണപ്പെടുക. മൗലിക അവകാശങ്ങൾ ഭാഗം 3 ഉള്ളത്. ഒരു മിനിറ്റ്. ഭാഗം 3 മൗലിക അവകാശങ്ങൾ അല്ലേ. 12-35 അവിടെ ആർട്ടിക്കിൾ വരിക അല്ലേ. അനുച്ഛേദം വരുന്നത് 12-35 വരെയാണ് അനുച്ഛേദങ്ങൾ ഉള്ളത്. അതിൻ്റെ അതായത് മൗലിക അവകാശങ്ങളുടെ ശില്പി എന്ന് പറയുന്ന ആരെയാണ്? സർദാർ വല്ലഭായ് പട്ടേലിനെയാണ് മൗലിക അവകാശങ്ങളുടെ ശില്പി എന്ന് പറയുക. സ്വത്തവകാശം നമ്മൾ നോക്കി 44 ഭേദഗതി പ്രകാരം 1978 44 ഭേദഗതി പ്രകാരം നമ്മൾ എന്ത് ചെയ്തു? സ്വത്തവകാശത്തെ അവിടെ നീക്കം ചെയ്തു. അങ്ങോട്ട് ഇപ്പോഴും അവിടെ കാണപ്പെടുന്നത് 300A സ്വത്തവകാശം കാണപ്പെടുക. 300A കാണപ്പെടുക. ഓക്കെ, 44
ഭേദഗതി പ്രകാരം 1978 സ്വത്തവകാശത്തെ ഒഴിവാക്കി. ഇവിടെ നിന്നും മൗലികാവകാശങ്ങളിൽ നിന്നും ഒഴിവാക്കി. അപ്പോൾ ഇത് എവിടെയുണ്ട്? 300A ഉള്ളത്. 300A അതുള്ളത്. ഓക്കെ. അടുത്തത്, മൗലിക കടമകളിൽ പെടാത്തവ ഏതെല്ലാം? ഉത്തരം ഞാൻ പറയാം. ആൻസറോടെ ഓപ്ഷൻ ഡി ആണ് പെടാത്തവ. അതായത് 3ഉം 4ഉമാണ് പെടാത്ത കാര്യങ്ങൾ. മൗലിക കടമകളിൽ പെടാത്തവ ഏതെല്ലാം? മൗലിക കടമകളിൽ പെടാത്തവ ഏതെല്ലാം? മൗലിക കടമകൾ വരുന്ന എവിടെയാണ്? ഉത്തരം ഞാൻ പറഞ്ഞല്ലോ, 3ഉം 4ഉമാണ് പെടാത്തവ അല്ലേ? 3ഉം 4ഉമാണ് പെടാത്തവ അല്ലേ? അപ്പോൾ അതൊക്കെ വരുന്നുണ്ട് നോക്കാം. ഇന്ത്യയുടെ പരമാധികാരവും ഐക്യവും അഖണ്ഡതയും നിലനിർത്തുകയും സംരക്ഷിക്കുകയും ചെയ്യുന്നതാണെന്ത്? മൗലിക കടമകൾ. ഫണ്ടമെൻ്റൽ ഡ്യൂട്ടീസ്, മൗലിക കടമകൾ. 51A ആണ് വരുന്നത് അല്ലേ? 51A മൗലിക കടമകൾ വരിക. 51A വരിക. അത് റഷ്യയിൽ നിന്നാണ് നമ്മൾ കടമെടുത്തേക്കുന്നത്. റഷ്യയിൽ നിന്ന് കടമെടുത്തതാണ്. നമ്മളിതെല്ലാം മൗലിക കടമകളും മൗലിക അവകാശങ്ങളും അല്ലേ, ആമുഖം അല്ലെങ്കിൽ പൗരത്വം അതുപോലുള്ള സംഭവങ്ങളൊക്കെ നമ്മൾ കടമെടുത്തതാണ് പല രാജ്യങ്ങളിൽ അല്ലേ. ഇതെന്താണ്? റഷ്യയിൽ നിന്നാണ് മൗലിക കടമകൾ കടമെടുത്തിട്ടുള്ളത്. 51A ആണ് വരുന്നത്. 51A വരിക. ഓക്കെ. അപ്പോൾ ഒരു ശരിയായ പോയിന്റ് അതൊക്കെ പറഞ്ഞു. ഇന്ത്യയുടെ പരമാധികാരവും ഐക്യവും അഖണ്ഡതയും നിലനിർത്തുകയും സംരക്ഷിക്കുകയും ചെയ്യുന്നു. പിന്നെന്താണ് ഉള്ളത്? പൊതുമുതൽ പരീക്ഷിക്കുകയും ഹിംസ വർജിക്കുകയും ചെയ്യുന്നവിടെ മൗലിക കടമകൾ ഉൾപ്പെടുന്ന കാര്യങ്ങളാണത്. ഓക്കെ. പെടാത്ത ഇത് രണ്ടുമാണ്. ഇത് രണ്ടും ഇവിടെ എന്നറിയാൻ വരിക. ഓക്കെ. ഉൾപ്പെടാത്തവയാണ് നമുക്ക് ആൻസറായി എഴുതേണ്ടത്. അത് 3ഉം 4ഉമാണെന്നുള്ളത് ഓർത്ത് വയ്ക്കുക. ബാക്കി രണ്ടും നമുക്ക് മൗലിക കടമ ഉൾക്കൊള്ളിച്ചിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പോൾ പ്രധാന പോയിന്റ് ഇവിടെ എന്താ പറയുക നമുക്ക് പഠിക്കാനുള്ളത്? മൗലിക കടമകൾ എപ്പോഴും ഏതാണ്? 51A ആണ്. റഷ്യയിൽ നിന്നുമായിരിക്കും നമ്മളിത് കടമെടുത്തിട്ടുണ്ടെന്ന് ഓർത്ത് വെച്ചേക്കാം. ഓക്കെ. അടുത്ത ചോദ്യം എന്ന് പറയുമ്പോൾ എന്തായിരിക്കണം? നെക്സ്റ്റ് ചോദ്യം, അടുത്ത ചോദ്യം, ശരിയായ പ്രസ്താവന ഏതാണ്? ശരിയായ പ്രസ്താവന അത്രയും വായിച്ച് നോക്കിയെങ്കിൽ മാത്രമേ ആൻസർ എഴുതാൻ പറ്റുകയുള്ളൂ. ഓപ്ഷൻ എ, ബങ്കിം ചന്ദ്ര ചാറ്റർജി മറാത്തി ഭാഷയിൽ രചിച്ച ദേശഭക്തി ഗാനമാണ് വന്ദേ മാതരം. ശങ്കരാഭരണം രാഗത്തിലാണ് വന്ദേ മാതരം ചിട്ടപ്പെടുത്തിയിരിക്കുന്നത്. ജദുനാഥ് ഭട്ടാചാര്യയാണ് വന്ദേ മാതരത്തിന് സംഗീത സംവിധാനം നിർവഹിച്ചിട്ടുള്ളത്. ബങ്കിം ചന്ദ്ര ചാറ്റർജി ഇവിടെ ദുർഗേഷ് നന്ദിനി എന്ന നോവലിൽ നിന്നാണ് വന്ദേ മാതരം എടുത്തിട്ടുള്ളത്. ഇതിൽ ശരിയായ പ്രസ്താവന ഏതാണ്? ആൻസർ നമുക്ക് എന്ത് പറയാം? ശരി പ്രസ്താവന ഏതാണ്? ഓപ്ഷൻ സി ആണ് ശരി പ്രസ്താവന. ജദുനാഥ് ഭട്ടാചാര്യയാണ് വന്ദേ മാതരത്തിന് സംഗീത സംവിധാനം നിർവഹിച്ചിട്ടുള്ളത്. ഓക്കെ. അടുത്തത്, വിദ്യാഭ്യാസത്തിനുള്ള അവകാശവുമായി ബന്ധപ്പെട്ട പ്രസ്താവനകൾ ശരിയല്ലാത്തവ കണ്ടെത്തുക. ഇവിടെ ആൻസർ ഓപ്ഷൻ സി ആണ്. ശരിയല്ലാത്ത പ്രസ്താവന ഒന്നാമത്തതാണ് ശരിയല്ലാത്ത പ്രസ്താവന. വിദ്യാഭ്യാസമുള്ള അവകാശത്തെക്കുറിച്ചുള്ളത് ഒന്നാമത്തതാണ് ശരിയല്ലാത്ത പ്രസ്താവന. ഒന്നാമത്തത്, അതായത് ഇത്. ഓക്കെ. അപ്പോൾ അടുത്തത്, ഇന്ത്യൻ ഭരണഘടനയിലെ വകുപ്പ് 21A ഉൾപ്പെടുത്തിയ ആര്? വിദ്യാഭ്യാസത്തിനുള്ള അവകാശം. 21A എന്ത് വരിക? എപ്പോഴും 21A വിദ്യാഭ്യാസ അവകാശം വരിക. ഇനി 6 മുതൽ 14 വയസ്സ് വരെ നിർബന്ധിതവും സൗജന്യ വിദ്യാഭ്യാസം ഉണ്ട്. അതും അറിയാവുന്ന കാര്യമാണ്. അപ്പോൾ എപ്പോഴും വിദ്യാഭ്യാസ അവകാശം എവിടെയാണ്? 21A വിദ്യാഭ്യാസത്തിനുള്ള അവകാശം വരിക. എപ്പോഴും 21A വിദ്യാഭ്യാസത്തിനുള്ള അവകാശം വരിക. ഓക്കെ. അടുത്ത ചോദ്യം, ദേശീയ മനുഷ്യാവകാശ കമ്മീഷനുമായി ബന്ധപ്പെട്ട പ്രസ്താവനകൾ ഏതൊക്കെയാണ്? ആൻസർ ഇവിടെ ഓപ്ഷൻ ബി ആണ്. ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ, അതായത് ഒക്ടോബർ 12, 1993 മനുഷ്യാവകാശ കമ്മീഷൻ വരുന്നത്. ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ 93 അല്ലേ? 3 വെച്ച് കണക്ട് ചെയ്യാൻ പറ്റുമത്. 93 ഒക്ടോബർ 12, 1993 ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ വരുന്നത്. പിന്നുള്ളത്, ചെയർമാനെ നിയമിക്കുന്നത് ഇന്ത്യൻ പ്രസിഡൻ്റാണ്. ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ്റെ ചെയർമാനെ നിയമിക്കുന്നത് ഇന്ത്യൻ പ്രസിഡൻ്റാണ്. ദേശീയമാണല്ലോ അല്ലേ? നമ്മുടെ കേരളത്തിലെ സംസ്ഥാനമല്ല, ദേശീയമാകുമ്പോൾ എപ്പോഴും പ്രസിഡൻ്റാണ് വരിക. ചെയർമാനെ നിയമിക്കുന്ന ആരാണ്? എപ്പോഴും അതിൻ്റെ
ഇന്ത്യൻ പ്രസിഡന്റ്, പരമോന്നതമായിരിക്കും എപ്പോഴും ഓർത്താൽ മതി. ചെയർമാനെ നിയമിക്കുന്ന എപ്പോഴും ആരാണ്? ഇന്ത്യൻ പ്രസിഡന്റാണ്. അപ്പോൾ ദേശീയ മനുഷ്യാവകാശ കമ്മീഷന് വന്നതെന്നാണ്? ഒക്ടോബർ 12, 1993. മനുഷ്യാവകാശ കമ്മീഷൻ 93 ഓർത്തിരിക്കാം. ചെയർമാനെ നിയമിക്കുന്ന എപ്പോഴും ആരാണ്? ഇന്ത്യൻ പ്രസിഡന്റ് ആണെന്ന് കൂടി ഓർത്തിരിക്കാം. ശരിയല്ലേ? അടുത്ത ചോദ്യം, ഇന്ത്യൻ ദേശീയ പതാകയുമായി ബന്ധപ്പെട്ട പ്രസ്താവനകൾ ശരിയായവ ഏതെല്ലാം? ആൻസർ ഓപ്ഷൻ എ ആണ്. 1, 2, 4 ശരിയായ പ്രസ്താവന. അതായത് തിരശ്ചീനമായി മുകളിൽ കുങ്കുമ നിറം, നടുക്ക് വെള്ള നിറം, താഴെ പച്ച നിറമാണ് വരുന്നത്. പിന്നുള്ളത് 2002 ഇന്ത്യൻ പതാക നിയമത്തിൽ 3 ഭാഗമുണ്ട്. 2002 ഇന്ത്യൻ പതാക നിയമത്തിൽ 3 ഭാഗമുണ്ട്. അതുപോലെ നാലാമത്തെ എന്താണ്? ഖാദി വികസന ഗ്രാമീണ വ്യവസായ കാര്യാന്വേഷണ സമിതിയാണ് നിർമ്മാണശാലകൾക്ക് അനുമതി കൊടുക്കുക. ദേശീയ പതാക നിർമ്മിക്കുന്നത് എല്ലായിടത്തും നിർമ്മിക്കാൻ പറ്റത്തില്ല എന്നുള്ളതാണ്. ഖാദി വികസന ഗ്രാമീണ വ്യവസായ കാര്യാന്വേഷണ സമിതിയാണ് നിർമ്മാണശാലകൾക്ക് അനുമതി കൊടുക്കുക. അപ്പം ഇത് നമുക്കറിയാം. കുങ്കുമം, നടുക്ക് വെള്ള, പച്ച നമുക്കറിയാം അല്ലേ. പിന്നെ 2002 ഇന്ത്യൻ പതാക നിയമത്തിൽ 3 ഭാഗമുണ്ടെന്നും കൂടി പഠിച്ചു വെച്ചേക്കും. ഓക്കെ. പിന്നെയുള്ളത് ഖാദി വികസന ഗ്രാമീണ വ്യവസായ കാര്യാന്വേഷണ സമിതിക്ക് മാത്രമേ നിർമ്മിക്കാൻ സാധ്യമുള്ളൂ എന്ന കാര്യം കൂടി വെറുതെ ഓർത്തിരിക്കാം. ഓക്കെ. അടുത്ത ചോദ്യം, ദേശീയ ഗാനവുമായി ബന്ധപ്പെട്ട പ്രസ്താവനകളിൽ ശരിയല്ലാത്തവ ഏതെല്ലാം? ദേശീയ ഗാനവുമായി ബന്ധപ്പെട്ട പ്രസ്താവനകളിൽ ശരിയല്ലാത്തവ ഏതെല്ലാം? ആൻസർ ശരിയല്ലാത്ത ഏതാ വരിക? ആൻസർ ഓപ്ഷൻ എ ആണ്. 3 ശരിയല്ല. 1, 3, 4 ശരിയല്ല. 1, 3, 4 ശരിയല്ല. ദേശീയ ഗാനം അല്ല, ഇവിടെ ദേശീയ ഗാനം ആലപിച്ചത് സരളാദേവി ചൗധറാണിയാണ് അല്ലേ എന്നുള്ളത് മാത്രമേ ശരിയുള്ളൂ. ബാക്കി എല്ലാം ശരിയില്ലാത്തവയാണെന്നുള്ളതാണ് വരുന്നത്. ഓക്കെ. അടുത്ത ചോദ്യം, കേന്ദ്ര വിവരാവകാശ കമ്മീഷനിൽ മുഖ്യ വിവരാവകാശ കമ്മീഷണർമാരായ 2 വനിതകൾ ആരെല്ലാം? ആൻസർ ഓപ്ഷൻ എ ആണ്. സുഷമ സിംഗും ദീപക് സന്ധുവും. ഇനി ശരിയായ ജോഡി ഏതാണ്? ഇവിടെ ശരിയായ ജോഡി ഏതാണെന്നുള്ളത് മൊത്തം വായിച്ചു നോക്കിയാൽ ശരിയായ ജോഡി നമുക്ക് കണ്ടെത്താൻ കഴിയുള്ളൂ. ശരിയായ ജോഡി ഏതൊക്കെയാണ്? ആൻസർ ഓപ്ഷൻ സി, എല്ലാം ശരിയെന്നാണുള്ളത് കേട്ടോ. മൊത്തം വായിച്ചു നോക്കുക. അപ്പോൾ എല്ലാം ശരിയെന്നുള്ളതാണ്. MKRC അതെന്ന് വെച്ചാൽ എന്താണ്? മസ്തൂർ കിസാൻ ശക്തി സംഘടൻ അല്ലേ. മസ്തൂർ കിസാൻ ശക്തി സംഘടനാണ്. വിവരാവകാശത്തിന് വേണ്ടിയുള്ള പ്രസ്ഥാനമാണ് അല്ലേ. വിവരാവകാശത്തിന് വേണ്ടിയുള്ള പ്രസ്ഥാനമാണെന്നറിയാം. സ്വത്തവകാശം എന്തായിട്ട് മാറിയത്? ഒരു നിയമപരമായ അവകാശമായിട്ട് മാറി. ബഹുമതി റദ്ദാക്കൽ അല്ലേ, മൗലിക അവകാശം. ബഹുമതി റദ്ദാക്കൽ മൗലിക അവകാശം. ഇന്ത്യൻ ഭരണഘടനയുടെ ഭാഗം 4A ആണ്. 4A വരുന്നതാണ് മൗലിക കടമകൾ. 4Aയിലാണ് മൗലിക കടമകൾ വരിക, ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ്. ഓക്കെ. അടുത്ത ചോദ്യം, ദേശീയ മുദ്രയായി അശോക സ്തംഭത്തെ അംഗീകരിച്ചത് എന്നാണ്? ആൻസർ ഓപ്ഷൻ ബി ആണ്. 26 ജനുവരി 1950 ദേശീയ മുദ്രയായി അശോക സ്തംഭത്തെ അംഗീകരിച്ചത്. ദേശീയ മുദ്ര, ദേശീയ പതാക, അതിനെക്കുറിച്ചൊരു PDF ഇതിൻ്റെ കൂടെ അറ്റാച്ച് ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ നോക്കാം. അടുത്തത്, പ്രവർത്തിക്കുക അല്ലെങ്കിൽ മരിക്കുക എന്ന മുദ്രാവാക്യം ഗാന്ധിജി ഏത് പ്രക്ഷോഭവുമായി ബന്ധപ്പെട്ട് നൽകിയതാണ്? ഏറ്റവും അവസാനം നമ്മുടെ സത്യാഗ്രഹങ്ങളുടെയൊക്കെ അവസാന ഭാഗത്താണ് അങ്ങനെ ഒരു തീരുമാനം മഹാത്മാഗാന്ധി എടുക്കുക അല്ലേ. അപ്പോൾ പ്രവർത്തിക്കുക അല്ലെങ്കിൽ മരിക്കുക എന്ന മുദ്രാവാക്യം ഏറ്റവും അവസാനമുള്ള പരിപാടിയാണ്. അപ്പോൾ അതൊന്ന് ആലോചിച്ച് വെച്ചാൽ മതി. ആൻസർ ഏതാണ്? ആൻസർ ഓപ്ഷൻ സി, ക്വിറ്റ് ഇന്ത്യ പ്രസ്ഥാനം അല്ലേ. അത് കഴിയുമ്പോൾ ഇനിയും സ്വാതന്ത്ര്യം നമുക്ക് കിട്ടിയില്ലെങ്കിലോ എന്നൊരു വിചാരമായിരുന്നു ഗാന്ധിജിക്ക് വന്നത്. അപ്പോൾ അദ്ദേഹം എന്ത് പറഞ്ഞു? പ്രവർത്തിക്കുക അല്ലെങ്കിൽ മരിക്കുക എന്ന മുദ്രാവാക്യം ഗാന്ധിജി നിങ്ങളോട് അദ്ദേഹം ആഹ്വാനം ചെയ്തു. അതെപ്പോഴായിരുന്നു? ക്വിറ്റ് ഇന്ത്യ പ്രസ്ഥാനം 1942 ക്വിറ്റ് ഇന്ത്യ പ്രസ്ഥാനം. ഗാന്ധിജിയുടെ രാഷ്ട്രീയ ഗുരു ആരായിരുന്നു? ഗാന്ധിജിയുടെ രാഷ്ട്രീയ ഗുരു ആരായിരുന്നു? ആൻസർ ഓപ്ഷൻ ബി, ഗോപാലകൃഷ്ണ ഗോഖലെ. ഗോപാലകൃഷ്ണ ഗോഖലെയാണ് ഗാന്ധിജിയുടെ രാഷ്ട്രീയ ഗുരു.
അടുത്ത ചോദ്യം, സാരേ ജഹാം സെ അച്ഛ രചിച്ചത് ആരാണ്? സാരേ ജഹാം സെ അച്ഛ രചിച്ചത് ആരാണ്? ആൻസർ മുഹമ്മദ് ഇക്ബാൽ. മുഹമ്മദ് ഇക്ബാൽ. മുഹമ്മദ് ഇക്ബാൽ. മുഹമ്മദ് ഇക്ബാലാണ് സാരേ ജഹാം സെ അച്ഛ രചിച്ചത്. മുഹമ്മദ് ഇക്ബാൽ. നെക്സ്റ്റ് ചോദ്യം, താഴെ പറയുന്ന പ്രസ്താവനകളിൽ 1929 കോൺഗ്രസിൻ്റെ ലാഹോർ സമ്മേളനം, അല്ലേ, കോൺഗ്രസിൻ്റെ ലാഹോർ സമ്മേളനം 1929 കോൺഗ്രസിൻ്റെ ലാഹോർ സമ്മേളനത്തിൽ അതുമായി ബന്ധമില്ലാത്ത പ്രസ്താവന ഏതൊക്കെയാണ്? ബന്ധമില്ലാത്ത ജോഡി ഏതൊക്കെയാണ്? ചോദ്യം, 1929 കോൺഗ്രസിൻ്റെ ലാഹോർ സമ്മേളനവുമായി ബന്ധമില്ലാത്ത ശരിയായ ജോഡി. ബന്ധമില്ലാത്ത ശരിയായ ജോഡി. ഓക്കെ, ആൻസർ അപ്പോൾ ഏതാണ്? ഓപ്ഷൻ ബി ആണ് ആൻസർ. ഓക്കെ, ബന്ധമില്ലാത്ത ശരിയായ ജോഡിയാണ് ചോദിച്ചേക്കുന്നത്. ഓക്കെ, ഒന്ന് ഗാന്ധിജിയെ കോൺഗ്രസ് പ്രസിഡന്റ് തിരഞ്ഞെടുത്തു എന്നുള്ളതാണ്. അടുത്ത, നെഹ്റുവിൻ്റെ നേതൃത്വത്തിൽ ഒരു സിവിൽ നിയമലംഘന പ്രസ്ഥാനം ആരംഭിക്കാൻ തീരുമാനിച്ചു, അല്ലേ. ഇതെന്ന് പറഞ്ഞാൽ എന്താണ്? ബന്ധമില്ലാത്തതാണ് ചോദിച്ചേക്കുന്നത് പറഞ്ഞു. അപ്പോൾ അത് ബന്ധമില്ലാത്തതാണെന്നും 4 ബന്ധമില്ലാത്തതാണ്, അല്ലേ. അപ്പോൾ 1929 കോൺഗ്രസിൻ്റെ ലാഹോർ സമ്മേളനത്തിൻ്റെ അന്തിമ ലക്ഷ്യം എന്തായിരുന്നു? ഇത് പൂർണ്ണ സ്വരാജാണെന്ന് പ്രഖ്യാപിച്ചു. ഇതെപ്പോഴും ചോദിക്കുന്നൊരു ചോദ്യമാണ്. ഇത് കോൺഗ്രസ് 1929 കോൺഗ്രസിൻ്റെ ലാഹോർ സമ്മേളനം, അവിടെ സംഭവിച്ചത് പൂർണ്ണ സ്വരാജ്. ലാഹോറിൻ്റെ സമ്മേളനമാണ് പൂർണ്ണ സ്വരാജ്. 1929 ലാഹോർ സമ്മേളനത്തിലാണ് പൂർണ്ണ സ്വരാജ്. ഈ 3 വാക്ക് പഠിച്ചാൽ മതി. 29 എന്നുള്ളതും പിന്നെ ലാഹോർ സമ്മേളനം എന്നുള്ളതും, അതുപോലെ തെളിയുന്നില്ല, ലാഹോർ സമ്മേളനം എന്നുള്ളതും പൂർണ്ണ സ്വരാജ് എന്നുള്ളതും നോക്കി വെക്കുക. ഓക്കെ, നെക്സ്റ്റ് ചോദ്യം, 1922 ചൗരി ചൗര സംഭവത്തെ തുടർന്ന് പിൻവലിച്ച ദേശീയ പ്രക്ഷോഭം. പിൻവലിച്ച ദേശീയ പ്രക്ഷോഭം. ആൻസർ ഓപ്ഷൻ എ ആണ്, നിസ്സഹകരണ പ്രസ്ഥാനം. ഓക്കെ, നെക്സ്റ്റ് ചോദ്യം, 1928 സർദാർ വല്ലഭായ് പട്ടേൽ ഗുജറാത്തിലെ കർഷകർക്ക് വേണ്ടി സംഘടിപ്പിച്ച സത്യാഗ്രഹം. ഗുജറാത്തിലെ കർഷകർക്ക് വേണ്ടി സംഘടിപ്പിച്ച സത്യാഗ്രഹം. ആൻസർ ബർദോളി സത്യാഗ്രഹം. ഗുജറാത്തിലെ കർഷകർക്ക് വേണ്ടിയാണ് ബർദോളി സത്യാഗ്രഹം വന്നത്. ഗുജറാത്ത്, ബർദോളി. ഓക്കെ, അടുത്തത്, ഹോം റൂൾ പ്രസ്ഥാനവുമായി ബന്ധമുള്ള നേതാക്കളുടെ ശരിയായ ജോഡി തിരഞ്ഞെടുക്കുക. ആൻസർ ഓപ്ഷൻ ഡി ആണ്. ശരിയായ ജോഡി 1ഉം 2ഉമാണ്. ഹോം റൂൾ പ്രസ്ഥാനം ആനി ബസന്റ്, അതുപോലെ തന്നെ ബാലഗംഗാധര തിലക്. ഹോം റൂൾ പ്രസ്ഥാനം 1ഉം 2ഉമാണ്. ആൻസർ ഓപ്ഷൻ ഡി ആട്ടോ. ആൻസർ ഓപ്ഷൻ ഡി ആണ്. ഹോം റൂൾ പ്രസ്ഥാനവും ബന്ധമുള്ള നേതാക്കളാണ്. 1916 ഹോം റൂൾ പ്രസ്ഥാനം വരുന്നത്. 1916 ഹോം റൂൾ പ്രസ്ഥാനം ഉള്ളത്. ഓക്കെ, അപ്പോൾ അതായത് സ്വയം ഭരണമെന്നാണ് ഹോം റൂൾ എന്ന വാക്കിൻ്റെ അർത്ഥം വരിക. അടയാറിലാണ് ഈ ആനി ബസന്റ്. നമുക്കറിയാം, ആനി ബസന്റും ബാലഗംഗാധര തിലകും 2 പേരാണ് ഹോം റൂൾ പ്രസ്ഥാനം ബന്ധപ്പെട്ട ആൾക്കാർ. ആനി ബസന്റിന് എവിടെയാണ്? അടയാറിലാണ്, അല്ലേ, മദ്രാസിലുള്ള അടയാറിലാണ് അവർ പ്രവർത്തിക്കുന്നത്. ആ പ്രസ്ഥാനം ആരംഭിക്കുക അടയാറിലാണ്. മദ്രാസിലുള്ള അടയാർ എന്ന സ്ഥലത്താണ് ആനി ബസന്റ് ഹോം റൂൾ പ്രസ്ഥാനം ആരംഭിക്കുക. എന്നാൽ ബാലഗംഗാധര തിലകൻ എവിടെയായിരുന്നു? പൂനെ ആസ്ഥാനമാക്കിയാണ് അദ്ദേഹം പ്രവർത്തിക്കുക. അപ്പോൾ 2 പേരും 1916 ഹോം റൂൾ പ്രസ്ഥാനം തുടങ്ങി വെക്കുന്നത്. ആനി ബസന്റും ബാലഗംഗാധര തിലകും അവർ രണ്ടും ഇതിൽ പങ്കാളികളാണ്. ആനി ബസന്റ് തുടങ്ങുന്നത് എവിടെയാണ്? മദ്രാസിനടുത്തുള്ള അടയാറിലാണ് എന്ത് ചെയ്യുന്നത്? ആനി ബസന്റ് ഹോം റൂൾ പ്രസ്ഥാനം ആരംഭിക്കുക. ബാലഗംഗാധര തിലകോ പൂനെയിലാണ് അദ്ദേഹം ആരംഭിച്ചത്. ഓക്കെ, അദ്ദേഹം ബാലഗംഗാധര തിലകിൻ്റെ ഒരു വാചകം എന്തായിരുന്നു? അതായത് സ്വാതന്ത്ര്യം എൻ്റെ ജന്മാവകാശമാണ്, ഞാനത് നേടുക തന്നെ ചെയ്യും, അല്ലേ. അപ്പോൾ ഇത് അദ്ദേഹം ഹോം റൂൾ പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ട് പറഞ്ഞൊരു മുദ്രാവാക്യമായിരുന്നു. ആര്? ബാലഗംഗാധര തിലകൻ. ഒന്നുകൂടി പറയാം, സ്വാതന്ത്ര്യം എൻ്റെ ജന്മാവകാശമാണ്, ഞാനത് നേടുക തന്നെ ചെയ്യും. ഇത് ഈ ഹോം റൂൾ പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ട് ബാലഗംഗാധര തിലകൻ പറഞ്ഞ സംഭവമാണ്. ഓക്കെ, അപ്പോൾ 16 വർഷം കൂടി ഓർത്തിരിക്കുക, ആനി ബസന്റ് തിലകൻ. ഇനി മറക്കില്ലല്ലോ. അടുത്ത ചോദ്യം, മുസ്ലിങ്ങൾക്ക് പ്രത്യേക നിയോജക മണ്ഡലങ്ങൾ അനുവദിച്ച നിയമം ഏതാണ്? ആൻസർ ഓപ്ഷൻ എ ആണ്, മിന്റോ മോർലി ഭരണപരിഷ്കാരങ്ങൾ. മിന്റോ മോർലി ഭരണപരിഷ്കാരങ്ങൾ. ഓക്കെ, മിന്റോ മോർലി
ഭരണ പരിഷ്കാരം. മിൻറ്റോ മോർലി ഭരണപരിഷ്കാരം വർഷം ഏതാണ്? 1909 മിൻറ്റോ മോർലി ഭരണപരിഷ്കാരത്തിൻ്റെ വർഷം. മിൻറ്റോ മോർലി ഭരണപരിഷ്കാരം വർഷം. ഓക്കെ, അതേത് പ്രഭു എന്നറിയാം. മിൻറ്റോ പ്രഭു ആയതുകൊണ്ട് അങ്ങനെ ഒരു പേര്. മിൻറ്റോ പ്രഭുവിൻ്റെ കാലത്താണ്, അദ്ദേഹമാണ് ഈ സംഭവം കൊണ്ടുവരിക. മിൻറ്റോ പ്രഭുവാണ് ഈ മാറ്റം കൊണ്ടുവരിക. ഓക്കെ, അപ്പോൾ വർഷം ഓർക്കുക, 1909 എന്നുള്ള വർഷം ഓർത്ത് വെച്ചേക്കാം. മുസ്ലിങ്ങൾക്ക് പ്രത്യേക നിയോജക മണ്ഡലങ്ങൾ ഉണ്ടാക്കിയതാണെന്ത് ഈ അനുഭവം. അത് മറ്റൊരു പ്രത്യേകതയുണ്ട് ഇതിനകത്ത്, ഇന്ത്യൻ കൗൺസിൽ ആക്ട്. അതും എന്താണ്? ഈ മിൻറ്റോ മോർലിയാണ്. ഇന്ത്യൻ കൗൺസിൽ ആക്ട്, ഇന്ത്യൻ കൗൺസിൽ ആക്ട് 1909. ഇന്ത്യൻ കൗൺസിൽ ആക്ട് 1909 എന്ത് തന്നെയാണ്? മിൻറ്റോ മോർലി ആക്റ്റാണ്. മിൻറ്റോ മോർലി ഭരണപരിഷ്കാരമാണ്. ഇന്ത്യൻ കൗൺസിൽ ആക്ട് 1909 എന്താണ്? മിൻറ്റോ മോർലി ഭരണപരിഷ്കാരം. അപ്പോൾ രണ്ടും ഓർത്തിരിക്കാം. മുസ്ലിങ്ങൾക്ക് പ്രത്യേക നിയോജക മണ്ഡലങ്ങൾ അനുവദിച്ച നിയമമാണെന്ത്? മിൻറ്റോ മോർലി പരിഷ്കാരങ്ങൾ. അതെന്തെന്ന് കൂടി അറിയപ്പെടുന്നുണ്ട്? ഇന്ത്യൻ കൗൺസിൽ ആക്ട് 1909 എന്നുകൂടി അറിയപ്പെടുന്നുണ്ട്. കിട്ടിയല്ലോ. മിൻറ്റോ പ്രഭുവാണ് ആ സമയത്ത് ഉണ്ടായിരുന്നതും കൂടി ഓർത്തു വയ്ക്കാം. അടുത്ത ചോദ്യം, ഗാന്ധിജി വെടിയേറ്റ് മരിച്ച വർഷം ഏതാണ്? അറിയാം. ഗാന്ധിജി വെടിയേറ്റ് മരിച്ച വർഷം ഏതാണ്? 48 ജനുവരി 30 ആണ്. 48 ജനുവരി 30. 1948 ജനുവരി 30 ഗാന്ധിജി വെടിയേറ്റ് മരിച്ച വർഷം അല്ലേ, സ്വാതന്ത്ര്യത്തിന് ശേഷം. നെക്സ്റ്റ് വൺ, അതിർത്തി ഗാന്ധി എന്ന പേരിൽ അറിയപ്പെടുന്ന നേതാവ്. അതിർത്തി ഗാന്ധി. ആൻസർ നമുക്കറിയാം, ഖാൻ അബ്ദുൾ ഗാഫർ ഖാൻ. ഗാഫറിൻ്റെ അതിർത്തി, ഗാഫർ ഓർത്ത് വെക്കാം. അടുത്ത ചോദ്യം, ചെമ്പഴന്തി ഗ്രാമത്തിൽ ജനിച്ച കേരളത്തിലെ സാമൂഹ്യ പരിഷ്കർത്താവ് ആരായിരുന്നു? ആൻസർ ശ്രീനാരായണ ഗുരു. ചെമ്പഴന്തി ഗ്രാമത്തിലാണ്. കേരളത്തിൽ ഉപ്പ് സത്യാഗ്രഹം നടന്ന സ്ഥലം ഏതാണ്? ആൻസർ നമുക്കറിയാം, പയ്യന്നൂരാണ്. 1.25 കോടി മലയാളികൾ എന്ന കൃതിയുടെ കർത്താവ് ആരാണ്? ആൻസർ EMS നമ്പൂതിരിപ്പാടാണ്. 1.25 കോടി മലയാളികളുടെ കർത്താവ് ആരാണ്? EMS നമ്പൂതിരിപ്പാടെന്ന് ഓർത്തു വയ്ക്കാം. അടുത്ത ചോദ്യത്തിലോ, ചുവടെ കൊടുത്തിരിക്കുന്നതിൽ നിന്നും മലബാർ കലാപവുമായി ബന്ധമില്ലാത്ത ശരിയായ ജോഡി. ആൻസർ ഞാൻ പറയാം, ഓപ്ഷൻ സി ആണ്. 1ഉം 3ഉം ബന്ധമില്ല. 1നും 3നും ബന്ധമില്ല. മലബാർ കലാപം 1നും 3നും ബന്ധമില്ല. 1ഉം 3ഉം ബന്ധമില്ല അല്ലേ? മലബാർ കലാപം. ഇവിടെ വാഗൺ ട്രാജഡിയും പിന്നെന്താ വാര്യം കുന്നത്ത് കുഞ്ഞഹമ്മദ് ഹാജി സീതക്കോയ തങ്ങൾ എന്നിവർ നേതാക്കനായിരുന്നു. മലബാർ കലാപം എന്ന് പറയുമ്പോൾ അതിൻ്റെ വർഷമൊക്കെ നമുക്ക് നോക്കി വെക്കാം. മലബാർ കലാപത്തിൻ്റെ വർഷം ഏതാണ്? 1921 മലബാർ കലാപം എന്ന് അറിയപ്പെടുന്നത്. 1900 മാപ്പിള ലഹളകളുടെ തുടർച്ചയായിട്ട് വരുന്ന കലാപം എന്താണ്? മലബാർ കലാപം. പൂക്കോട്ട് എന്ന സ്ഥലത്താണ് ഈ മലബാർ കലാപം 1921 ആരംഭിക്കുക. പൂക്കോട്ട് എന്ന സ്ഥലം അല്ലേ? അപ്പോൾ അവിടെ വരുന്ന വില്യം ലോഗൻ കമ്മീഷനൊക്കെ വരുന്നുണ്ട്. ഓക്കെ, വില്യം ലോഗൻ കമ്മീഷനൊക്കെ വരുന്നുണ്ട്. ഇവിടെ മലബാർ കലാപത്തിൻ്റെ സമയത്ത് വരുന്നുണ്ട്. അപ്പോൾ ഇവിടെ അതുമായി ബന്ധമില്ലാത്തതാണെന്ന് ചോദിച്ചേക്കുന്നത് അല്ലേ? ജാലിയൻവാലാബാഗ് കൂട്ടക്കൊല വർഷം ഏതാണ്? 1919 ജാലിയൻവാലാബാഗ് നടക്കുക. അപ്പോൾ അതൊക്കെ ഓർത്തിരുന്ന് നമുക്ക് എഴുതാൻ പറ്റത്തുള്ളൂ. ഓക്കെ, അടുത്ത ചോദ്യം, കല്ലുമാല സമരം സംഘടിപ്പിച്ച സാമൂഹ്യ പരിഷ്കർത്താവ് ആരാണ്? ആൻസർ അയ്യങ്കാളി. സവർണജാഥ സംഘടിപ്പിച്ച സാമൂഹ്യ പരിഷ്കർത്താവ്? ആൻസർ മന്നത്ത് പത്മനാഭൻ. താഴെ പറയുന്നവരിൽ ശരിയായ കാലഗണന ക്രമത്തിലുള്ളത് കണ്ടെത്തുക. കാലഗണന അറിയണേ ആര് വേണം? വർഷം അറിയണം അല്ലേ? ഇവിടെ ആൻസർ ശരിക്കും ഏതാണ്? 47. നമുക്ക് ആൻസർ ശരിക്കും അത് പറയാം, ഓപ്ഷൻ ഡി ആണ് നമുക്ക് ആൻസർ അല്ലേ? വൈക്കം ഗുരുവായൂർ സത്യാഗ്രഹം വരും. വൈക്കം തുടങ്ങുന്നത് എന്നാണ്? 1924 മാർച്ച് 30 വൈക്കം സത്യാഗ്രഹം ആരംഭിക്കുക. അപ്പോൾ ഗുരുവായൂർ സത്യാഗ്രഹം എന്നാണ്? ഗുരുവായൂരിൻ്റെ വർഷം എന്ന് പറയുമ്പോൾ എന്നാണ്? 1931 നമുക്ക് എടുക്കാം. 31 ഗുരുവായൂർ. ക്ഷേത്രപ്രവേശന വിളംബരം എന്ന് പറയുമ്പോൾ എത്രയാണ്? ക്ഷേത്രപ്രവേശന വിളംബരം 36 അല്ലേ? പാലി സത്യാഗ്രഹമോ? പാലി എന്ന് പറയുമ്പോൾ എത്ര വരും? 47 പാലി സത്യാഗ്രഹം.
ഓക്കെ. പാലി സത്യാഗ്രഹം ശരിക്കും എന്താണ്? അതായത് പാലിയത്തെ പൊതു റോഡ് സമസ്ത ജാതിക്കാർക്കും തുറന്നു കിട്ടണമെന്ന ഉദ്ദേശത്തോടു കൂടി നടന്ന ഒരു സാമൂഹിക സംഘടനയാണെന്ത് പാലി സത്യാഗ്രഹം എന്ന് പറയുക. റോഡിന് വേണ്ടി അല്ലേ, പൊതു റോഡിന് വേണ്ടിയുള്ള സമരമായിരുന്നു പാലി സത്യാഗ്രഹം. പാലിയം റോഡ് എന്ന് ഓർത്തിരിക്കുക. അടുത്ത ചോദ്യം, പുന്നപ്ര വയലാർ സമരം നടന്ന വർഷം ഏതാണ്? പുന്നപ്ര വയലാർ സമരം നടന്ന വർഷം ഏതാണ്? 1946 പുന്നപ്ര വയലാർ സമരം നടക്കുക. പുന്നപ്ര വയലാർ. അടുത്ത ചോദ്യം, ആധുനിക കാലത്തെ മഹാത്ഭുതമെന്ന് വിശേഷിപ്പിച്ചത് എന്തിനെയായിരുന്നു? ഗാന്ധിജി. ആൻസർ ക്ഷേത്രപ്രവേശന വിളംബരം. സിമ്പിൾ ചോദ്യങ്ങളാണ് ഇതൊക്കെ. നെക്സ്റ്റ് വരുന്നത്, അടുക്കളയിൽ നിന്നും അരങ്ങത്തേക്ക് എന്ന നാടകം രചിച്ചത് ആരാണ്? അടുക്കളയിൽ നിന്നും അരങ്ങത്തേക്ക്. ആൻസർ വി.ടി. ഭട്ടതിരിപ്പാട്. വി.ടി. ഭട്ടതിരിപ്പാടാണ് അടുക്കളയിൽ നിന്നും അരങ്ങത്ത്. അന്നത്തെ നമ്പൂതിരി സമുദായത്തിലുള്ള സ്ത്രീകളെക്കുറിച്ചില്ല, അവരെക്കുറിച്ചൊക്കെ നോക്കിയാൽ മതി. അടുക്കളയിൽ നിന്നും അവരെ അരങ്ങത്തേക്ക് കൊണ്ടുവന്ന് ഓർത്താൽ മതി. അപ്പോൾ നാടകം ആരുടെയാണപ്പോൾ? വി.ടി. ഭട്ടതിരിപ്പാടിൽ. നെക്സ്റ്റ്, കേരളത്തിലെ ഏറ്റവും വലിയ കായൽ ആര് തന്നെയാണ്? വലിയ കായൽ എന്ന് പറയുമ്പോൾ അത് വേമ്പനാട്ടുകായൽ. കേരളത്തിലെ ഏറ്റവും വലിയ ശുദ്ധജല തടാകം ഏതാണ്? ശുദ്ധജല തടാകം ഏതാണ്? ആൻസർ ശാസ്താംകോട്ട കായൽ. ഇതൊക്കെ സിമ്പിൾ ചോദ്യങ്ങളാണ്. കടൽ തീര ദൈർഘ്യം എത്രയാണ്? 580 കിലോമീറ്റർ. നെക്സ്റ്റ് ചോദ്യം, കേരളത്തിലെ കിഴക്കോട്ടൊഴുകുന്ന നദികളുടെ ശരിയായ ജോഡി താഴെ കൊടുത്തിരിക്കുന്നവയിൽ എഴുതുക. ശരിയായ ജോഡിയാണ്. ഓക്കെ. ആൻസർ നമുക്ക് എന്ത് പറയാം? ശരിയായ ജോഡി വരുന്നത് ഓപ്ഷൻ സി ആണ് വരിക. 2 3 ശരിയായ ജോഡി. കിഴക്കോട്ട് പോകുന്നവ പാമ്പാറും ഭവാനിയുമാണ് ശരിയാവുക. അപ്പോൾ അതിലാരും കൂടിയുണ്ട്? കബനിയും കൂടെ ഉണ്ടല്ലേ. 3 അല്ലേ കിഴക്കോട്ട് പോവുക. കബനി, ഭവാനി, പാമ്പാർ 3 കിഴക്കോട്ട് പോകുന്നവയുണ്ട്. അതിലോട്ട് 2 ഉണ്ടല്ലേ. അപ്പോൾ കിഴക്കോട്ട് പോകുന്നത് 3 ഉള്ളൂ. അതിൽ പാമ്പാറും ഭവാനും നമുക്ക് മാർക്ക് ചെയ്യാൻ പറ്റും. അടുത്തത്, കേരളത്തിലെ അല്ലെങ്കിൽ ആദ്യത്തെ റെയിൽ പാത കേരളത്തിൽ പ്രവർത്തനം ആരംഭിച്ച വർഷം. ആദ്യത്തെ റെയിൽ പാത കേരളത്തിൽ പ്രവർത്തനം ആരംഭിച്ച വർഷം ഏതാണ്? 1861 മാർച്ച് 12 1861 മാർച്ച് 12 റെയിൽ പാത കേരളത്തിൽ തുടങ്ങുന്നത്. നെക്സ്റ്റ് ചോദ്യം, കേരളത്തെ കൂർഗുമായി ബന്ധിപ്പിക്കുന്ന ചുരം ഏതാണ്? കൂർഗ് എന്ന് പറയുമ്പോൾ ആൻസർ ഏത് പറയണം? പേരമ്പാടി ചുരമാണ്. കേരളത്തെ കൂർഗുമായി ബന്ധിപ്പിക്കുന്ന ചുരം പേരമ്പാടി ചുരം അല്ലേ. ഇവിടെ താമരശ്ശേരി ചുരമൊക്കെ ഉണ്ടല്ലേ, ഓർക്കാം. കോഴിക്കോട് പോകുമ്പോഴാണ് താമരശ്ശേരി ചുരം. കോഴിക്കോട് കടന്നു പോകുമ്പോഴുള്ള ചുരം താമരശ്ശേരി ചുരം. അപ്പോൾ പേരമ്പാടി എന്താണ്? കേരളത്തെ കൂർഗുമായി ബന്ധിപ്പിക്കുന്ന ചുരമാണ് പേരമ്പാടി ചുരം. നെക്സ്റ്റ്, മാമാങ്കം നടന്നിരുന്നത് തിരുനാവായ മാമാങ്കം നടന്നിരുന്ന തിരുനാവായ ഏത് നദിയുടെ തീരത്താണ്? ചോദ്യം അങ്ങനെയാണ്. ആൻസർ ഭാരതപ്പുഴ. നദി ഏതാണ്? ഭാരതപ്പുഴ അല്ലേ. മാമാങ്കം നടന്ന നദി അല്ലേ, ഏത് പുഴക്കരയിലായിരുന്നു? ഭാരതപ്പുഴയുടെ കരയിലെന്ന് ഓർത്തിരിക്കാം. മാമാങ്കം, തിരുനാവായ, ഭാരതപ്പുഴ എന്നിങ്ങനെ ഓർഡറിൽ പഠിച്ചു പോവുക. നെക്സ്റ്റ് വൺ, യവനപ്രിയ എന്നറിയപ്പെടുന്ന സുഗന്ധദ്രവ്യം ഏതാണ്? യവനപ്രിയ ആരാണ്? യവനപ്രിയ കുരുമുളക് അല്ലേ. ഈ പോർട്ടുഗീസുകാരൊക്കെ വിളിച്ചായിരിക്കും യവനപ്രിയ എന്നുള്ളത് കുരുമുളകിനെ. നെക്സ്റ്റ്, യവനപ്രിയ. ഓക്കെ. പൂർണ്ണമായി മലയാള ഭാഷയിൽ അച്ചടിക്കപ്പെട്ട ആദ്യത്തെ പുസ്തകം. ആൻസർ ഓപ്ഷൻ എ സംക്ഷേപ വേദാർത്ഥം. പൂർണ്ണമായി മലയാള ഭാഷയിൽ അച്ചടിക്കപ്പെട്ട ആദ്യ പുസ്തകം എന്താണ്? സംക്ഷേപ വേദാർത്ഥം. അപ്പോൾ ഈ പോർട്ടുഗീസുകാരും ഡച്ചുകാരൊക്കെ വരുന്ന സമയത്താണ് ഇതൊക്കെ ഉണ്ടാവുക അല്ലേ. യൂറോപ്യന്മാരുടെ ആഗമനത്തോടു കൂടിയാണ് ഈ സംഭവങ്ങളൊക്കെ അച്ചടിച്ച ഭാഷയൊക്കെ ഉണ്ടാവുക. അടുത്തത്, PR ശ്രീജേഷ് താഴെ പറയുന്നവയിൽ ഏത് കായിക ഇനവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ആൻസർ നമുക്കറിയാം, ഹോക്കിയാണ്. PR ശ്രീജേഷ് ഹോക്കിയാണ്. അടുത്തത്, വാരിയെല്ലിലെ ആകെ അസ്ഥികളുടെ എണ്ണം എത്രയാണ്? വാരിയെല്ലിൻ്റെ ആകെ അസ്ഥികളുടെ എണ്ണം എത്രയാണ്? 24 അല്ലേ. 12 ജോഡികളാണ് നമുക്കുള്ളത്. 24 എണ്ണമുണ്ട്. 12 ജോഡികളായിട്ടാണ് അവ കാണപ്പെടുക. റിബ്സ് 12 ജോഡികളായിട്ടാണ് കാണപ്പെടുക. കുത്തി നിന്ന് നോക്കിയാൽ കാണാൻ പറ്റും. 12 ജോഡികൾ അപ്പുറം ഇപ്പുറവുമായിട്ട് 12 ജോഡിയുണ്ട്. ഇടയ്ക്ക് സ്പേസ് ഉണ്ട്, ഇതിനിടയ്ക്ക് എന്തുണ്ട്? മസിൽസ് ഉണ്ട്. ഇതെല്ലാം ആണെങ്കിൽ ഇതുമെല്ലാം ഇടയ്ക്ക് മസിൽസ് ഉണ്ട്. 12 ജോഡി. നെക്സ്റ്റ്, ഹൃദയമിടിപ്പ് അറിയുവാനുള്ള ഉപകരണമായ സ്റ്റെതസ്കോപ്പ്
ആദ്യമായി നിർമ്മിച്ചത് ആരാണ്? സ്റ്റെതസ്കോപ്പ് നിർമ്മിച്ചതെന്ന് ചോദിച്ചാൽ പോരെ അല്ലേ? അപ്പോൾ എന്താ ആൻസർ? റെനെ ലെനക്. സ്റ്റെതസ്കോപ്പ് അല്ലേ, സ്റ്റെത ആ 2 റായോടുണ്ട്, അത് ഓർത്താൽ മതി. റെനെ ലെതക്. സ്റ്റെതസ്കോപ്പിൻ്റെ സായിക്ക് 2 റാ പോലില്ലേ, റെനെ ലെനക് അല്ലേ, സ്റ്റെതസ്കോപ്പ്, തെറ്റത്തില്ല. നെക്സ്റ്റ് വൺ, പൂർണ്ണ ശയ്യാവലംബവരെ, കിടപ്പ് രോഗികളെ പരിചരിക്കുന്നവർക്ക് പ്രതിമാസ ധനസഹായം നൽകുന്ന കേരളത്തിലെ ആരോഗ്യക്ഷേമ പദ്ധതി ഏതാണ്? ആൻസർ ആശ്വാസ കിരൺ. കരണല്ല, കിരണമാണ് കൊടുക്കുക. ആരോഗ്യക്ഷേമമാണ്. പൂർണ്ണമായും കിടപ്പ് രോഗികൾക്ക് അവരെ പരിചരിക്കുന്നവർക്കാണ് എന്ത് കൊടുക്കുക? ആ ഒരു ആരോഗ്യക്ഷേമ പദ്ധതി എന്താണ്? ആശ്വാസ കിരൺ കൊടുക്കുന്നത്. ഇനി ജീവകം സിയുടെ അപര്യാപ്തത മൂലം ഉണ്ടാകുന്ന രോഗം ഏതാണ്? ജീവകം സിയുടെ അപര്യാപ്ത രോഗം ഏതാണ്? ആൻസർ ഏതാണ്? സ്കർവിയാണ്. ജീവകം സിയുടെ മൂലം സ്കർവി എന്ന് പറഞ്ഞാൽ മോളിൽ നിന്നും ചോരയൊക്കെ വരുന്ന പരിപാടിയാണെന്ത്? സ്കർവി എന്ന് പറയും. ജീവകം സിയുടെ കുറവാണ് സ്കർവി ഉണ്ടാകാൻ കാരണം. കണാരോഗം ആരുടെ കുറവാണ്? ജീവകം ഡിയുടെ കുറവ് കൊണ്ടുണ്ടാകുന്ന അസുഖമാണെന്ത്? കണ അല്ലെങ്കിൽ റിക്കറ്റ്സി. കൈയും കാലുമൊക്കെ അകത്തേക്ക് വളഞ്ഞിരിക്കുന്ന അവസ്ഥയാണ്, ബലമില്ലാത്ത അവസ്ഥയാണെന്ത്? കണാരോഗം അല്ലെങ്കിൽ റിക്കറ്റ്സ് എന്ന് പറയുന്ന രോഗം. കണയല്ലെങ്കിൽ റിക്കറ്റ്സ് എന്ന് പറയുന്ന രോഗം. നിശാന്തത എന്താണ്? വിറ്റമിൻ എയുടെ കുറവ് മൂലം ഉണ്ടാകുന്ന അസുഖമാണെന്ത്? നിശാന്തത അല്ല, കണ്ണ് മങ്ങി വെളിച്ചത്തിൽ കണ്ണ് കാണാത്ത അവസ്ഥയാണെന്ത്? നിശാന്തത എന്ന് പറയാം. വായ്പുണ്ണെന്ന് പറഞ്ഞാൽ ശരിക്കും അത് കണക്ട് ചെയ്യാൻ പറ്റുന്നത് ബെറി വേണം അല്ലേ? വായിക്കാത്ത 2 വായുടെ സൈഡ് ഇങ്ങനെ വെടിച്ച് കീറാറില്ലേ, ചുണ്ടും വായുടെ സൈഡുമൊക്കെ, അത് ബെറി തയാമിൻ്റെ കുറവ് കൊണ്ടുണ്ട്. വായ്പുണ്ണല്ല, ബെറി തയാമിൻ്റെ കുറവ് മൂലം അസുഖമാണ്. ഓക്കെ, അപ്പോൾ അതത്രയും. നെക്സ്റ്റ്, താഴെ കൊടുത്തിട്ടുള്ളവയിൽ ഈച്ച മുഖേന പകരുന്ന രോഗം, ഈച്ച കൊണ്ട് കൊടുക്കുന്ന അസുഖം, ഈച്ചയോടെല്ലാം പോയിരിക്കും അല്ലേ? കോളറ അല്ലേ? കോളറയാണ് പരത്തുക. മലമ്പനി ഉണ്ടാക്കുന്ന ആരാണ് നിങ്ങൾക്കറിയാം? മലമ്പനി ഉണ്ടാക്കുന്ന ആരാണ്? പ്രൊട്ടോസോവനായ പ്ലാസ്മോഡിയം വൈവാക്സ് ആണ്. പ്രൊട്ടോസോവൻസ് ആണത്, പ്ലാസ്മോഡിയം വൈവാക്സ് അല്ലേ? കൊതുകും കൊണ്ട് പരത്തി കൊടുക്കാറുണ്ട്. കൊതുക്. ഫീമെയിൽ അനാഫിലിസ് മോസ്കിറ്റോ, മലമ്പനിയുണ്ട്. ഫീമെയിൽ അനാഫിലിസ് മോസ്കിറ്റോ. അടുത്ത ചോദ്യം, ആഗോളതാപനത്തിന് കാരണമല്ലാത്തൊരു വാതകമാണ്. ആഗോളതാപനത്തിന് കാരണമല്ലാത്ത ഒരു വാതകം ഏതാണ്? നൈട്രജൻ, നൈട്രസ് ഓക്സൈഡ്, മീഥേൻ, കാർബൺ ഡൈ ഓക്സൈഡ്. ആൻസർ നമുക്കറിയാം, ഓപ്ഷൻ എ ആണ്. ആഗോളതാപനത്തിന് കാരണമാകുന്നില്ല നൈട്രജൻ. ഇല്ല, അന്തരീക്ഷത്തിൽ നൈട്രജൻ ഉണ്ടെങ്കിൽ പോലും ആഗോളതാപനത്തിന് കാരണമല്ല. അവരാരൊക്കെയുള്ളൂ? ഈ മീഥേനും കാർബൺ ഡൈ ഓക്സൈഡും ഒക്കെയാണ് പ്രധാന കാരണക്കാർ. നെക്സ്റ്റ്, കിരൺ, അർക്ക, സൽകീർത്തി എന്നിവ ഏത് വിളയുടെ സങ്കര ഇനമാണ്? ആൻസർ ഓപ്ഷൻ സി ആണ്, വെണ്ടയാണ്. നെക്സ്റ്റ്, ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സ്പൈസസ് റിസർച്ച് സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? 68ാമത്തതിൻ്റെ ഉത്തരം ഓപ്ഷൻ ബി ആണ്, കോഴിക്കോട്. അപ്പോൾ ഇത്തരത്തിലാണ് ചോദ്യങ്ങളുടെ കിടപ്പ്. അതിവിടെ ബയോളജിയും എല്ലാ സാധനങ്ങളും അല്ലെങ്കിൽ എല്ലാ സയൻസും ഒക്കെ അടങ്ങിയതാണ് ചോദ്യങ്ങളുടെ കിടപ്പ് വരുന്നത്. സാധാ ഡിഗ്രി പ്രിലിംസ് അല്ലെങ്കിൽ മറ്റ് ഇതുപോലെയല്ല, എല്ലാ വിഭാഗത്തിലും ചോദ്യങ്ങൾ പ്രിലിംസിനുണ്ട്. അടുത്ത ചോദ്യം, പരിസ്ഥിതി പ്രശ്നങ്ങളെ സംബന്ധിച്ച് ശാസ്ത്രീയ പഠനം നടത്തുന്നതിന് തുടങ്ങിയ സെൻറ്റർ ഫോർ സയൻസ് ആൻഡ് എൻവയോൺമെൻറ്റ് എന്ന പ്രസ്ഥാനം, സെൻറ്റർ ഫോർ സയൻസ് ആൻഡ് എൻവയോൺമെൻറ്റ് പ്രസ്ഥാനം ആരംഭിച്ചത് ആരാണ്? ആൻസർ അനിൽ അഗർവാൾ. സെൻറ്റർ ഫോർ സയൻസ് ആൻഡ് എൻവയോൺമെൻറ്റ് പ്രസ്ഥാനം അനിൽ അഗർവാളാണ് അല്ലേ? നെക്സ്റ്റ്, സൈലൻറ്റ് വാലിയെ ദേശീയ പാർക്കായി പ്രഖ്യാപിച്ച ഇന്ത്യൻ പ്രധാനമന്ത്രി. ആൻസർ ഇന്ദിരാഗാന്ധി അല്ലേ? പ്രഖ്യാപിച്ചത് ആരാണ്? ഇന്ത്യൻ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധിയാണ്. സൈലൻറ്റ് വാലി ദേശീയ പാർക്കായി പ്രഖ്യാപിക്കുന്നത് ഇന്ദിരാഗാന്ധിയാണ്. പക്ഷെങ്കിൽ ഉദ്ഘാടനം ചെയ്യാൻ പോകുന്ന ആരാണ്? രാജീവ് ഗാന്ധി ആയിരുന്നു. നെക്സ്റ്റ്, ഇരുമ്പിൻ്റെ ധാതു അല്ലാത്തത് ഏതാണ്? ആൻസർ ഓപ്ഷൻ എ ആണ്, ബോക്സൈറ്റ് അല്ലേ? ബോക്സൈറ്റ് ആരുടെയാണ്? അലൂമിനിയത്തിൻ്റെയാണ്. ഓർക്കാം, ഹേമറ്റൈറ്റ്, മാഗ്നൈറ്റ്, സിഡറൈറ്റ് അല്ലേ? സിഡറൈറ്റിനെ ഓർമ്മയില്ലെങ്കിൽ പോലും ബോക്സൈറ്റ് അലുമിനിയം ആണെന്ന് അറിഞ്ഞാൽ നമുക്കതങ്ങ് മാർക്ക് ചെയ്യാം. നെക്സ്റ്റ് വൺ, താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയായത് ഏതെല്ലാമാണ്? ആൻസർ ഓപ്ഷൻ സി ആണ്, 1ഉം 3ഉം ഇവിടെ ശരിയാണ്. 1ഉം 3ഉം ഇവിടെ ശരിയാണ്. ഓക്കെ, ഭിത്തിയോൽ ആൻറ്റിസെപ്റ്റിക് ആണ്. ഫിനോൾ ഡിസിൻഫെക്റ്റൻ്റ് ആണ്.
ഡിസിൻഫെക്റ്റൻറ്റ്. ഫിനോൾ ഡിസിൻഫെക്റ്റൻറ്റ് അല്ലേ. നെക്സ്റ്റ് ചോദ്യം, ഒരു ഓർബിറ്റിൽ ഉൾക്കൊള്ളാവുന്ന പരമാവധി ഇലക്ട്രോണുകളുടെ എണ്ണം എത്രയാണ്? ആൻസർ ഓപ്ഷൻ ബി ആണ് 2n². ആധുനിക ആവർത്തന പട്ടികയിൽ ബന്ധപ്പെട്ട് ശരിയല്ലാത്ത പ്രസ്താവന ഏതൊക്കെയാണ്? ഉത്തരം ഞാൻ പറയാം. ആൻസർ ഇവിടെ വരുന്നത് ഓപ്ഷൻ ബി ആണ്. ശരിയല്ലാത്തത് ഏതൊക്കെയാണ്? 2ഉം 4ഉം ശരിയല്ല. ഓക്കെ. അടുത്ത ചോദ്യം, ജലം, ഹൈഡ്രജൻ പെറോക്സൈഡ് ഈ 2 സംയുക്തങ്ങളിലെ ഓക്സിജൻ്റെ ഓക്സീകരണ അവസ്ഥയുടെ തുക എത്രയാണ്? ആൻസർ ഓപ്ഷൻ സി ആണ് -3. ബലത്തിൻ്റെ യൂണിറ്റ് ഏതാണ്? ആൻസർ ഓപ്ഷൻ സി ആണ് ന്യൂട്ടൺ. ഭൂമിയുടെ ഏറ്റവും അടുത്ത് സ്ഥിതി ചെയ്യുന്ന നക്ഷത്രം ഏതാണ്? ആൻസർ ഓപ്ഷൻ സി ആണ് സൂര്യൻ. മാധ്യമത്തിൻ്റെ സഹായമില്ലാതെ താപം ഒരിടത്തു നിന്നും മറ്റൊരിടത്തേക്ക് പ്രവഹിക്കുന്ന രീതി ഏതാണ്? ആൻസർ ഓപ്ഷൻ എ വികിരണം. നെക്സ്റ്റ് ചോദ്യം, താഴെ കൊടുത്തിരിക്കുന്ന ചലനങ്ങളിൽ ദോലന ചലനം അല്ലാത്തത് ഏതാണ്? ആൻസർ ഓപ്ഷൻ ഡി ആണ്. സൂര്യന് ചുറ്റും ഗ്രഹങ്ങൾ ചലിക്കുന്നതാണ് അല്ലാത്തത്. ഒരു ചോദ്യം കൂടി ഇനി. പ്രകാശം കടന്നു പോകുന്ന പാതയിൽ 3 സുതാര്യ വസ്തുക്കൾ ക്രമീകരിച്ചിരിക്കുന്നു. ഇവയെ സംബന്ധിച്ച ശരിയായ പ്രസ്താവന ഏതാണ്? 10th ലെവലിൽ ഇങ്ങനെയുള്ള ചോദ്യങ്ങളും ചോദിക്കുന്നുണ്ട്. ഇവിടുത്തെ ആൻസർ ഓപ്ഷൻ ബി ആണ്. ഒരു ഗ്ലാസ് ഷീറ്റ്, 2 കോൺവെക്സ് ലെൻസും 3 കോൺകേവ് ലെൻസും ക്രമീകരിച്ചിരിക്കുന്ന രീതികൾ ഏതൊക്കെയും ചോദിച്ചല്ലേ. ഒന്നാമത്തതിൽ ഒരു ഗ്ലാസ് ഷീറ്റ്, രണ്ടാമത്തിൽ 2 കോൺവെക്സ് ലെൻസ് അല്ലേ, 3 കോൺകേവ് ലെൻസുമാണ് ഘടിപ്പിച്ചേക്കുന്നത്. പ്രകാശം കടന്നു പോകുന്ന പാതയിലെ 3 സുതാര്യ വസ്തുക്കളാണ് ആ 3 പറഞ്ഞേക്കുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ വന്നത് SCERT ടെക്സ്റ്റിലുള്ള ചോദ്യമാണ് അതേപടി വന്നേക്കുന്നത്. SCERT ടെക്സ്റ്റ് ഏറ്റവും കൂടുതൽ പ്രയോജനം ചെയ്യാം. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്. വീണ്ടും കാണാം. അടുത്ത ക്വസ്റ്റ്യൻസുമായിട്ട് വീണ്ടും കാണാം. ഓക്കെ.